ഹലോ അങ്കിൾ. ഹലോ, ആരേത്? അങ്കിൾ, കൃഷ്ണ സാറിനോട് സംസാരിക്കുന്നതിന് മുമ്പ് വാട്സപ്പ് ഒന്ന് നോക്കാവോ? ഒരു മിനിറ്റേ. വീഡിയോ കണ്ടോ? കണ്ടു. ഭരതങ്കിൾ പറയുന്നത് കേട്ട് അങ്കിൾ കള്ളത്തരം കാണിക്കരുത്. കാണിച്ച ഞാനിത് കൃഷ്ണ സാറിനെ കാണിക്കും. ഇതാരേത്? അങ്കിൾ ഒന്ന് നേരെ നോക്കിക്കേ. പേടിക്കണ്ട, അങ്കിൾ സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഹലോ, കഴിഞ്ഞില്ലേ? ആക്ച്വലി എത്ര രൂപ ഞങ്ങൾ മുതലിറക്കണം അത് പറയും. ₹10,00,000 മുതലിറക്കിയാൽ ഒരു മാസം കൊണ്ട് 4 ലക്ഷം രൂപ ലഭിക്കും. അല്ല, അതങ്ങനെ ശരിയാവും. നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? 20 ലക്ഷം മുടക്കിയാലെന്നാണോ പറഞ്ഞിരുന്നത്? അല്ല, 10 ലക്ഷം എന്ന് തന്നെ പറഞ്ഞേ. അത് നല്ല ഡീലാണ് കേട്ടോ. പണം വന്നു കഴിയുമ്പോ അവൻ നിന്നെ മഹാറാണിയെ പോലെ നോക്കിക്കോളൂല്ലേ? നടന്ന് നീ എന്താ പറഞ്ഞത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. മനക്കോട്ട കെട്ടിയതും മനപ്പായസം കുടിച്ചതും ഒക്കെ വെറുതെ. ലക്ഷങ്ങൾ പോയിട്ട് 5 രൂപ നോട്ട് പോലും ശിവശങ്കറുമായിട്ടുള്ള ഇടപാടിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എന്താടാ ഇത്? നീ തമാശ പറയാണോ? അമ്മ, ആ ശിവശങ്കർ കാലുവാരി. ഈശ്വര, അവന്റെ ചെകിട്ടത്തൊന്നും കൊടുക്കാൻ വയ്യായിരുന്നോ? അളിയനെ മുമ്പിൽ വെച്ചു. പക്ഷെ നീ ചോദിക്കാതിരിക്കരുത്. ശിവശങ്കർ കാണിച്ച തന്തയില്ലായ്മയ്ക്ക് സമാധാനം പറയിച്ചിട്ട് നീ തിരിച്ചു വരാവൂ. ഇടനിലക്കാരാണെങ്കിൽ കമ്മീഷൻ വാങ്ങും. ബിസിനസ്സിൽ അതൊക്കെ പതിവില്ലാത്തതാണ്. അല്ലല്ലോ, അളിയനും പെങ്ങളും എതിരെ നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ചു എന്നുള്ളത് സത്യമാണ്. തൻ്റെ അണ്ണാക്കിലേക്ക് 1 ലക്ഷം രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? നീ പറഞ്ഞ വ്യവസ്ഥ എനിക്ക് സമ്മതമായിരുന്നതുകൊണ്ടാ ഞാൻ ഓക്കെ പറഞ്ഞത്. ആദ്യം നീ ഇതൊന്ന് കാണ. ആര് റെക്കോർഡ് ചെയ്തത്? ഒരു പെങ്കൊച്ച. അവളെന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആരാത്? ഞാൻ പറയാം. നീ എവിടെ വിളിച്ചിരിക്കുവായിരുന്നടി? ഞാൻ വിളിച്ചില്ലല്ലോ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിന്റെ കൈ ഞാൻ ചവിട്ടി കൊടുക്കും. എന്തിവിടെ നീ? ആ വീഡിയോ ഞാൻ സാറിനെ കാണിച്ചു കൊടുക്കും. ഞാനെന്നാ കാണിക്കട്ടെ? എന്താ എന്താ ഇവിടെ? ഞങ്ങള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാം. ഞാൻ സാറിന്റെ ഫോൺ തരാൻ വന്നതാ. ആഹാ, ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചില്ലായിരുന്നു? ഞാൻ മറന്നുപോയി സാറേ. കൊള്ളാം, സാരമില്ല, ഞാനിത് ചാർജ് ചെയ്യാൻ വെച്ചോളാം. തൽക്കാലം ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺട്രാക്ട് വെച്ച് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനുള്ള പ്ലാൻ ഒരു പെങ്കൊച്ച് മനസ്സിലാക്കി അത് പൊളിക്കാന്നൊക്കെ പറഞ്ഞ അവൾക്ക് മുഴുവൻ മനസ്സിലായി കാണുമൊന്നുമില്ല നീരജ്. കൃഷ്ണയെ പറ്റിക്കാനാണെന്നൊരു ക്ലൂ കിട്ടിക്കാണും. തക്ക സമയത്ത് വീഡിയോ പിടിക്കാനും പറ്റി.
എന്തായാലും നമ്മുടെ കഷ്ടകാലം. ആ നശിച്ച പെങ്കൊച്ചിന്റെ കാഞ്ഞ ബുദ്ധിയാ സംഭവം പൊളിച്ചത്. അവളുടെ തലവട്ടം കണ്ടത് മുതല് നമ്മുടെ നാശം തുടങ്ങിയിരിക്കുക. ആരുടെ കാര്യം മുത്തശ്ശി പറയുന്നത്?